ശിക്ഷകളേറ്റ ദേവാത്മജ എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന പുന്നീടയനന്തം വന്ദനമേ എന്റെ പുന്നീടയനന്തം വന്ദനമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 30-ാമത് വാക്യം. ഇരുളിൽ നിന്ന് അവൻ തെറ്റിപ്പോകുകയില്ല, അഗ്നിജ്വാല അവൻ്റെ കൊമ്പുകളെ ഉണക്കിക്കളയും, തിരുവായിലെ ശ്വാസം കൊണ്ട് അവൻ കെട്ടുപോകും എന്നുള്ള വചനമാണ്. തിന്മയും അനീതിയും പ്രവർത്തിച്ചുകൊണ്ട് ജീവിത കാലഘട്ടത്തിൽ മുൻപോട്ട് ജീവിക്കുന്നു എങ്കിൽ സാഹസത്തിൻ്റെ ചിന്തകളും തിന്മയുടെ പ്രവൃത്തികളും ദൈവത്താലുള്ള വലിയ നാശത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നതെന്ന് ഓർപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ ദൈവം തൻ്റെ കൈകൾ കൊണ്ട് ശ്രേഷ്ഠമായുണ്ടാക്കിയ ദൈവത്തിൻ്റെ ദൂതന്മാരിൽ അരുണോദയപുത്രൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആള് ദൈവത്തിൻ്റെ സിംഹാസനത്തിനും മീതെ ഒരു സിംഹാസനം പണിയണമെന്ന് ആഗ്രഹിക്കുകയും അത് മനസ്സിനകത്ത് ആഗ്രഹിക്കുകയും ചെയ്യുക കൊണ്ട് അവൻ വെട്ടേറ്റ് താഴെ വീഴുവാൻ, നാശം അവൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കപ്പെടുന്നതിന് കാരണമാകുകയും ചെയ്തു എന്ന് കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും ദൈവത്തോടു കൂടെ യാത്ര ചെയ്തിരുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ലോത്ത്. അബ്രഹാമിൻ്റെ ദൈവത്തെ ലോത്തും അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ദൈവത്തെ വിട്ടിട്ട് വ്യക്തമായി വെളിപ്പാട് കൊടുത്ത ദൈവത്തെ പരമാർത്ഥതയോടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ആ അബ്രഹാമിനോട് കൂടെ ലോത്തുണ്ടായിരുന്നു എങ്കിലും അവർ തമ്മിൽ പിരിഞ്ഞ ശേഷം ലോത്ത് നീരൊഴുക്കുള്ള പട്ടണങ്ങൾ നോക്കി യാത്ര ചെയ്ത് നീചന്മാരായ ആളുകൾ പാർക്കുന്ന പട്ടണത്തിൽ പോയി പാർത്തു. അത് പിന്നത്തേതിൽ ലോത്തിൻ്റെ കുടുംബത്തിൻ്റെ നാശത്തിന് അത് കാരണമായി തീർന്നു എന്നുള്ളതാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ എല്ലാ കാലഘട്ടങ്ങളിലും ഉപദ്രവിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കടന്നുപോയിരുന്നതായ ഫറവോൻ്റെ ജീവിതത്തിനകത്ത് അവർ ദൈവത്തെ ആരാധിക്കേണ്ടതിനും ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള പിതാക്കന്മാരുടെ അവകാശ ഭൂമിയിൽ ചെന്നെത്തുന്നതിനു വേണ്ടി യാത്ര തിരിച്ചു. എന്നാൽ അവരുടെ പിന്നാലെ അവരെ പഴയ അടിമത്വത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകേണ്ടതിന് കടന്നു ചെന്ന ഫറവോൻ്റെ ജീവിതത്തിൽ ആ യാത്രയിൽ ഒരു മടക്ക് യാത്ര ദൈവം നൽകിയില്ല എന്ന് വായിക്കപ്പെടുന്നുണ്ട്. ഫറവോനും സൈന്യവും ചെങ്കടലിൽ എന്നേക്കുമായി അവസാനിക്കുന്ന ചരിത്രമാണ് അവിടെയും ഓർപ്പിക്കുന്നത്. ഈ വചനങ്ങളെല്ലാം നമ്മെ ഓർപ്പിക്കുന്നത് അരുണോദയ പുത്രനായ ശുക്രൻ്റെ നാശം സംഭവിക്കപ്പെട്ടത് അനീതി നിമിത്തമാണ്, സാഹസം നിമിത്തമാണ്. ലോത്തിൻ്റെ ജീവിതം തകർന്നു പോകുവാനുള്ള കാരണം ദൈവത്തെ വിട്ട് തിന്മ പ്രവർത്തിക്കുന്നവരുടെ കൂടെ യാത്ര ചെയ്തതാണ്. ഫറവോൻ്റെ നാശത്തിൻ്റെ കാരണം ദൈവജനത്തെ ഉപദ്രവിച്ചതാണ്. ആ തലത്തിൽ നാമം നശിക്കുന്നവരായിട്ടല്ല, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവരും വളർച്ച പ്രാപിക്കുന്നവരുമായി തീരേണ്ടതിന് ഓരോ ദിവസങ്ങളും തിന്മ വിട്ട് നന്മ പ്രവർത്തിക്കുന്നവരെ തീരുവാൻ നമുക്കൊരുങ്ങാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ തിന്മ പ്രവർത്തിച്ച് ദൈവത്താൽ നശിക്കപ്പെടുന്നവരായി തീരുകയല്ല, നന്മ പ്രവർത്തിച്ച്
ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവരായി തീരുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഈ ദൈവവചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കും. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.